ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി പഞ്ചമി വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളിപ്പോൾ ഷാർജയിലാണുള്ളത്, യുദ്ധവും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ നമ്മളിപ്പോൾ സേഫാണ് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ലാതെ ഇവിടെ പോകുന്നു. ഉണ്ണികൾക്കും ഓൺലൈൻ ക്ലാസ്സാണ്, എക്സാം അടക്കം ഓൺലൈനായിട്ടാണ് ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ ഉണ്ണികൾ അതുകൊണ്ട് വീട്ടിലുണ്ട്. പിന്നെ അമ്മ വീട്ടിലുള്ളത് കൊണ്ട് ഒരു സമാധാനം. അപ്പോൾ ഉണ്ണികളുടെ കാര്യം സേഫാണല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് 2 ദിവസം വർക്ക് ഫ്രം ഹോം കിട്ടി. ഇപ്പോൾ വീണ്ടും നമ്മൾ ഡ്യൂട്ടിക്ക് പോയി തുടങ്ങി. ചേട്ടന് വർക്ക് ഫ്രം ഹോമൊന്നും ഇല്ല കേട്ടോ, ഡ്യൂട്ടിക്ക് തന്നെ പോകണം. അങ്ങനെയൊക്കെയായിട്ട് പോകും ഇവിടുത്തെ വിശേഷങ്ങൾ. ഇത് ഞങ്ങൾ നമ്മുടെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് ഉണ്ടല്ലേ, ഫിഷ് മാർക്കറ്റും വെജിറ്റബിൾ മാർക്കറ്റും കൂടിയിട്ടുള്ളത്, അവിടേക്ക് നമ്മളൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് കുറച്ച് അച്ചാർ കൊണ്ടിട്ടുണ്ടായിരുന്നു ഫിഷിൻ്റെ. അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് മീനച്ചാറും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ചേട്ടൻ പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല. നമ്മളെല്ലാവരും കൂടിയിട്ട് അടുത്തുള്ള ഫിഷ് മാർക്കറ്റിൽ പോയി. റമദാൻ ടൈം ആയതുകൊണ്ട് തന്നെ ഫിഷ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ 7:30 ആവും. നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് കടന്നു. നമ്മൾ ഇവിടുന്ന് നല്ല നാടൻ മുട്ടയും പിന്നെ കപ്പയും കുറച്ച് കാന്താരി മുളകാണ് കേട്ടോ വാങ്ങിച്ചത്. റംബൂട്ടാൻ അല്ലേ? റംബൂട്ടാൻ്റെ വാങ്ങിച്ചു കൊടുത്തോട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നാടൻ മുട്ടയും പിന്നെ ഉണ്ണികൾക്കുള്ള മറ്റേ കാടമുട്ടയില്ലേ, കുഞ്ഞുമുട്ട, അതും പിന്നെ കുറച്ച് കപ്പയും കാന്താരി മുളകൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വെജിറ്റബിൾ മാർക്കറ്റിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. പിന്നെ നമുക്ക് ഇനിയും ടൈമുണ്ട്. 7:30 ഫിഷ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം. നമ്മൾ നേരത്തെ വന്നും ചെയ്തല്ലോ. അപ്പം നമ്മൾ എന്തായാലും ഒന്ന് ചുറ്റി കറങ്ങാമെന്ന് വെച്ചാൽ എന്തായാലും വന്നതല്ല, അപ്പോൾ എല്ലായിടത്തും ഒന്ന് ചുറ്റി കറങ്ങാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ അവിടെ നല്ല സീ ഫുഡ് റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോമ്പ് തുറക്കുന്ന ടൈം ആയതുകൊണ്ട് നല്ലൊരു കുറേ ആൾക്കൂട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നമുക്കൊരു ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി നല്ല ഇരിക്കാനൊക്കെയുള്ള നല്ല സ്ഥലമുണ്ട് കേട്ടോ ഈ തടാകത്തിൻ്റെ സൈഡിൽ തന്നെ. അപ്പോൾ അമ്മയും ചേട്ടനൊക്കെ ഇത് നോക്കിക്കാണ്. നിറച്ച് ഫിഷും ഉണ്ട് കേട്ടോ. നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ ചെറിയ ഒരു സൂചി പോലത്തെ ഒരു മീനില്ലേ, അതൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. അവിടെ ഉണ്ണികൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടന്ന്, പിന്നെ നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട് ഈ തടാകത്തിൻ്റെ സൈഡിൽ ഇരിക്കണതുകൊണ്ട്. പിന്നെ അപ്പുറത്താണെങ്കിൽ നിറച്ച് സീ ഫുഡ് റെസ്റ്റോറൻറ്റാണ്. അവിടെ എല്ലാവരും നോമ്പ് തുറയ്ക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞാറ്റതേ മിസൈൽ പോകുന്നുണ്ടോ എന്ന് വെച്ചിട്ട് ഓടിക്കൊണ്ട് നടക്കാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ 2 ഫ്ലൈറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് കുഞ്ഞാറ്റ നടക്കണത്. അങ്ങനെ നമ്മൾ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ റംദാൻ ടൈം ആയതുകൊണ്ടേ ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പുണ്യകൾക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതാ സ്റ്റിക്കായിട്ട് വെച്ചിട്ടുള്ളത്. നമ്മളെങ്ങോട്ടാ പോണേ? ഫിഷ് മാർക്കറ്റിലേക്ക് വന്നിക്കാണ് ഗായ്സ്. പറയും നോ ഫിഷിംഗ്. അച്ഛനോട് പറഞ്ഞു, അച്ഛമ്മക്ക് പറഞ്ഞിട്ട് നോക്കട്ടെ, പച്ച കാണിച്ചിട്ട് വാ. നോക്കിയിട്ട് ഫിഷ് നോക്കിയാ എവിടെ ഫിഷ് കാണുന്നുണ്ടോ? അതോ എത്ര ഫിഷ് ഉണ്ട്? ഫിഷിങ് പാടില്ല അല്ലേ? നല്ല തണുത്ത കാറ്റുണ്ട് അല്ലേ? ചൂട വാടിച്ചോട്ടിങ്ങനെ ആക്കിട്ട് തിന്നാ. അത് നശിപ്പിക്കല്ലേ? ഇതിന്റെ ആധാരം കറണ്ട ഇതില്ലേ, ഇത് ഈ സാധനം ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഉള്ളിലേക്ക് പുറത്തേക്ക് കയറാൻ പറ്റും.
അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അച്ചാറിനുള്ള മീനൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറച്ച് ചാള വാങ്ങിച്ചു, നല്ല ചാള ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ചാള വാങ്ങിച്ചു. പിന്നെ എന്തുട്ടാ ഉണ്ണികൾക്ക് ക്രാബ് ഞണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് അവർക്ക് മാത്രം കഴിക്കാനുള്ള ഞണ്ട് വാങ്ങിച്ചു. പിന്നെ കുറച്ച് നമ്മുടെ മീൻ മുട്ടയില്ലേ, അത് അമ്മയ്ക്ക് കഴിക്കാനൊരാഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് മീൻ മുട്ടയും വാങ്ങിച്ചു കേട്ടോ. നല്ലതാ? ചെറുതല്ല നല്ലത്? ചെറുതാ വലുതാ? വലുതാ നല്ലെന്ന് തോന്നുന്നു അല്ലേ? ഫ്രഷ്. അതും വാങ്ങിച്ചു. പിന്നെ നമ്മളിങ്ങനെ നേരെ നടന്നപ്പോൾ ക്രാബ് ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ണികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞണ്ട്. ഒരു നാട്ടിൽ വെച്ചിട്ടൊരു ഞണ്ട് കറിയിലൊരു കഥയുണ്ട് കേട്ടോ. ഞങ്ങൾ നാട്ടിൽ ഇതേപോലെ ഒരു വട്ടം ഞണ്ട് വാങ്ങിച്ചിട്ട് നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാൽ രാത്രിയാണ് കേട്ടോ, പാതിരാത്രിക്കാണ്. എന്നിട്ട് നമ്മൾ ഞണ്ടിക്ക് നന്നാക്കി അങ്ങനെ അടപ്പത്ത് വെച്ച് അങ്ങനെ മസാലയ്ക്ക് ഇട്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ നോക്കിയാൽ ഞണ്ട് കറി നോക്കിയെന്നൊക്കെയും പറഞ്ഞിട്ട് അവസാന സ്റ്റേജായേ. എന്നിട്ട് നമ്മൾ ഞണ്ട് കറി അങ്ങോട്ട് ഓപ്പൺ ചെയ്തപ്പോൾ കിടക്കണ മുകളിൽ നിന്ന് എന്തോ ഒരു സാധനം നോക്കിയപ്പോൾ ഒരു എലി ഇതിൻ്റെ ഉള്ളിൽ ചട്ടിക്ക് വീണു. എങ്ങനെ ആ സമയത്ത് എലി വന്നു എന്നറിയില്ല കേട്ടോ. അങ്ങനെ അത് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഇപ്പം എപ്പോഴും നമുക്ക് ഞണ്ട് വാങ്ങുമ്പോൾ ആ കഥയാണ് കേട്ടോ ആദ്യം ഓർമ്മ വരാം. അങ്ങനെ നമ്മൾ ഫിഷും ഇതൊക്കെ വാങ്ങിച്ചിട്ട് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കിട്ടി. അതും വാങ്ങിച്ച് നമ്മൾ പോണ വഴിക്കുണ്ടോ 2 ദിർഹംസിന് നമുക്ക് ഐസ്ക്രീം നമുക്ക് തന്നെ ഓൺ സർവീസാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നമുക്ക് എടുക്കാം. ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് കേട്ടോ അവിടെ പ്രൈസ്. അപ്പോൾ അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ അവർ തന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് വാങ്ങാൻ വേണ്ടി വന്നു കേട്ടോ. ഇത് സെക്കൻഡ് ട്രിപ്പാണ് കേട്ടോ വീഡിയോ എടുക്കണം. ആദ്യത്തെ ട്രിപ്പിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളെല്ലാം ഒരു 5 ഐസ്ക്രീം എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇതിപ്പോൾ ചേട്ടനെടുത്തത് നമ്മുടെ കുങ്കുമപ്പൂവില്ലേ, കുങ്കുമപ്പൂവിൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ ആദ്യം എടുത്തത്. വിത്ത് ബദാം ഉള്ളതാണേ. അങ്ങനെ നമ്മൾ എല്ലാ ഫ്ലേവറിൽ നിന്നും രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ വന്നപ്പോൾ എല്ലാ ഫ്ലേവറിൽ നിന്നും ഐസ്ക്രീം നമ്മൾ എടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 2 ദിർഹംസിന് അത് വെറുത്താണ് കേട്ടോ. ഫ്രീ ആയിട്ട് കിട്ടി. നട്ട്സ് ഉണ്ട് കേട്ടോ, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് എല്ലാം ഉണ്ടല്ലേ. എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സിൽ നിന്നും പിന്നെ നമ്മൾ ജിംസ് മിഠായി ഉണ്ടായിരുന്നു, പിന്നെ എന്താ സ്ട്രോബെറിയുടെ സിറപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാത്തിനും നമ്മൾ വാരി കോരിക്കിട്ട് ലാസ്റ്റ് നമ്മൾ വെയിറ്റ് നോക്കിയപ്പോൾ എത്രയായി ആ ഒരു കപ്പിന് 6 ദിർഹംസ് ആയിട്ട്. 2 ദിർഹംസിൻ്റെയാണ്. കാരണം നമ്മൾ വെയിറ്റ് ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ചിട്ട് പ്രൈസ് കൂടുന്നുണ്ട്. 2 ദിർഹംസിൻ്റെ ചെറിയ കപ്പാണ്, നമ്മൾ ഇത്തിരി വലിയ കപ്പാണ് എടുത്തിട്ട് എല്ലാവർക്കും കൂടിയിട്ടുള്ളത്. എത്ര എടുത്തോന്ന് പറഞ്ഞു. പക്ഷെ അവസാനം വെയിറ്റ് നോക്കില്ലേ. റംസാന്റെ ഓഫറാണ്. റംസാന്റെ ഓഫറൊന്നുമില്ല.